രാംനാരായണ രാമ. ഈ ഭൂമിയിൽ എല്ലാവരും മനുഷ്യരായി ജനിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യർ അറിയാതെ അനേകം വിവിധ മതങ്ങൾ നിർമ്മിച്ച് എല്ലാം ഒരുമിച്ച് വേർതിരിച്ചുവിട്ടു. എവിടെ ഓരോ മനുഷ്യനും മതത്തിന്റെ ബന്ധനത്തിൽ കുടുങ്ങി അവരുടെ സ്വന്തം സ്വാർത്ഥം മാത്രം നോക്കുന്നു. എന്നാൽ നമ്മുടെ മഹാഗുരു ബാലക ബ്രഹ്മചാരിജി പറയുന്നതുപോലെ ഏറ്റവും വലിയ മതം ആകാശമാണ്. അതിലൂടെ ഈ ലോകത്തിൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഏറ്റവും വലിയ പുണ്യഗ്രന്ഥം രാമനാരായണ റാമാണ്. ഈ ഗ്രന്ഥത്തിന്റെ ഓരോ പേജ് ആകാശത്തിൽ പടർന്നിരിക്കുന്ന എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമാണ്. ഈ ഭൂമിയിൽ ഏകദേശം 800 കോടിയിലധികം ആളുകളുണ്ട്. അവരുടെയെല്ലാം ശരീരം ഈ പുണ്യഗ്രന്ഥം, അതായത് രാമനാരായണ റാമിൽ നിന്നാണ് രൂപപ്പെട്ടത്. അതിൽ പഞ്ചഭൂതങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ പഞ്ചഭൂതങ്ങൾ വഴി നമുക്ക് ഊർജം, വിവേകം ലഭിക്കുന്നു. ഈ വിവേകം നമുക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതായത് ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് വിവേകം ദയവായി പറയുന്നുണ്ട്. സൃഷ്ടി ആരംഭിച്ചപ്പോഴാണ് മനുഷ്യന് ഈ ശരീരം, ബോധം, ചിന്ത, ബുദ്ധിയും വിവേകവും ജ്ഞാനം ലഭിച്ചത്. ഭൂമിയിൽ മനുഷ്യൻ, ജീവിജന്തു, മരത്തെയും ചെടികളെയും ഉൾപ്പെടെ എല്ലാവർക്കും ഒരേ അവകാശമുണ്ട്. ഇന്ന് നമ്മുടെയേറെ തിരക്കുള്ള ജീവിതത്തിൽ നിങ്ങളെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ വിവേകത്തിന് പറയുക, ഈ പ്രവൃത്തി നമുക്ക് ചെയ്യണം. നിങ്ങളുടെ മനസ്സും വിവേകവും സ്വയം നിങ്ങളെ ശരിയായ വഴി കാണിക്കും. നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യണമോ അല്ലെങ്കിൽ ചെയ്യരുതോ എന്നത്. നമ്മുടെ മനസ്സ്, ബോധം, ആത്മാവ്, വിവേകം എല്ലാം നമുക്ക് ജ്ഞാനം നൽകുന്നു. ഇവ മുകളിൽ അടിഞ്ഞിരിക്കുന്ന ദാസങ്ങളുടെ രൂപത്തിലാണ്. അതിനാൽ ഈ എല്ലാം കേൾക്കാനും മനസ്സിലാക്കാനും മുൻഗണന നൽകുക നമ്മുടെ കടമയാണ്. നമ്മുടെ വിവേകം തന്നെയാണ് നമുക്ക് നിർദ്ദേശിക്കുന്നത് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് അത് നല്ലതോ ദോഷകരമായതോ ആണോ, ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ചെയ്യരുതോ എന്നത്. അതിനാൽ നിങ്ങളുടെ ഉള്ളിലെ വിവേകത്തെ അറിയുക, തിരിച്ചറിയുക, അത് അംഗീകരിക്കുക. അതിനാൽ ജീവിതത്തിൽ മോഷ്ടിച്ച ദോഷകരമായ പ്രവൃത്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇത് തെറ്റായാണ് പറയുന്നത് എന്നില്ല. കാരണം സമൂഹത്തിൽ ഇന്നും ചില വിഭാഗങ്ങൾ ഉണ്ടാകുന്നു. അവർക്കു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന രാഷ്ട്രീയമാണ് അവരുടെ അധികാരത്തിനായി കളിക്കുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ സ്വയം ഭരണത്തിലേക്ക് വിടുന്നു. കാരണം നമ്മൾ ഉള്ളിൽ വളരെ ബലഹീനരായിരിക്കും. ഇപ്പോൾ മതത്തിന്റെ പേരിൽ ആളുകളെ ഭ്രമിപ്പിക്കുകയാണ്. ഇത് സമാജത്തിന്റെ ദുരിതം മാത്രമായിരിക്കും. കാരണം ഒരു ഭാഗത്തുള്ള അത്യന്തം ദാരിദ്ര്യരേഖയ്ക്കു കീഴിൽ നിരവധി കുട്ടികൾ വളരുന്നു. അവരിൽ ഒരിക്കൽ ഭക്ഷണം പോലും ലഭിക്കുന്നില്ല. എന്നാൽ മറ്റൊരു ഭാഗത്ത് ക്ഷേത്രങ്ങളിൽ ലിറ്റർ കൊണ്ട് പാൽ, ദഹി, നെയ്യ്, പഞ്ചാമൃതം എന്നിവ കൊണ്ട് വിഗ്രഹങ്ങൾ സ്നാനവും മറ്റു കാര്യങ്ങളും നടത്തുന്നു. ഇത് തന്നെ മതത്തിന്റെ വ്യാഖ്യാനമാണോ? ഇത് എവിടെയും മതമല്ല. ഡിവൈഡ് ആൻഡ് റൂൾ എന്നത് പറയുമ്പോൾ ഇപ്പോൾ ജാതി പേരിൽ ആളുകളെ വേർതിരിച്ചു കൊടുക്കുന്നു. ഒരു മനുഷ്യൻ ജനിക്കുന്നത് നാം എല്ലാം ഒരുപോലെ ജനിച്ചിരിക്കുന്നു. ഒരേ പ്രക്രിയയിൽ ജനിച്ചിരിക്കുന്നു. ഒരേ നിറത്തിലുള്ള രക്തം നമ്മുടെ ഉള്ളിലുണ്ട്. എങ്കിൽ നാം എങ്ങനെ വേർപിരിഞ്ഞു പോകുന്നു? നമ്മളെ വേർതിരിച്ചിരിക്കുന്നത് എവരോ? ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ഇരിക്കുന്നു. മറ്റൊരാൾ നമ്മേക്കാൾ ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ താഴ്ന്ന നിലയിലാണ്. എന്നാൽ ഇന്ന് നമുക്ക് ആവശ്യമായത് നമ്മുടെ ചിന്തയെ മാറ്റുക, സമൂഹത്തിൽ വ്യാപിക്കുന്ന ജാതിവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക. ഇന്ന് സ്ഥിതിഗതികൾ അത്തരത്തിലായിരിക്കും. രാജ്യത്തും രാഷ്ട്രീയത്തിന്റെ പേരിൽ ജാതിവാദത്താൽ കളിക്കുന്നത് നടക്കുന്നുണ്ട്. രാജ്യാധിപത്യത്തിന്റെ പകരം കുടുംബാധിപത്യമാണ് നടക്കുന്നത്. ജാതിവാദത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ ഹാപ്പനിങ് നടക്കുന്ന അത് ഉടൻ തന്നെ നിർത്തേണ്ടതാണ്. ഇപ്പോൾ സമയം വന്നിരിക്കുന്നു. നാം ഈ എല്ലാ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കി സമാനതാമായ, മതപരിഷ്കൃതമായ, പുരോഗതിശീലമായ ഒരു സമൂഹം നിർമ്മിക്കണം. ഇത് സാധ്യമായിരിക്കും നാം നമ്മുടെ വിവേകത്തെ, മനസ്സിനെ കേൾക്കുകയും പ്രകൃതിയുമായി ബന്ധപ്പെടുകയും രാമനാരായണ റാമിന്റെ ജപം നിരന്തരം നടത്തുകയും ചെയ്യുന്നുവെങ്കിൽ. പ്രകൃതിയാണ് ഏറ്റവും വലിയ മതം. ആർക്കും അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി രാമനാരായണ റാമുമായി ബന്ധപ്പെടുമ്പോൾ അവന്റെ ജീവിതം സ്വയം താക്കോലായിരിക്കും. രാമനാരായണ റാമിലൂടെ ആളുകളെ എപ്പോഴും പാഠം നൽകുന്നു. എപ്പോഴും നിങ്ങളുടെ ചിന്ത നന്മയുള്ളതാക്കി നിർത്തുക. ജീവിതത്തിൽ എപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുക. കൂടാതെ എത്രയും സാധ്യമായെങ്കിൽ ആളുകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക. രാമനാരായണ റാമിലൂടെ സമാജത്തിൽ പടർന്നിരിക്കുന്ന പ്രതികൂല ശക്തികളെ എപ്പോഴും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു.